ഹലോ, ഡോക്ടർ രാമേന്ദ്രൻ ഹിയർ. ഒരു പേഷ്യന്റിനെ നോക്കാൻ ഡോക്ടർ ഒന്ന് വരണം. വണ്ടി അയച്ചിട്ടുണ്ട്. ഇതിന്റെ കൺസൾട്ടിംഗ് അവേഴ്സ് ആണ്. പേഷ്യൻസ് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നാൽ നോക്കാം. അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടല്ലേ? ഹെൽത്ത് മിനിസ്റ്ററുടെ കസിനാ പേഷ്യന്റ്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാ വിളിക്കുന്നേ. ശരി സാർ, ഞാനിപ്പോ വരാം. പെട്ടെന്ന് വേണം. ഡോക്ടർ, വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അല്പേരം വെയിറ്റ് ചെയ്യൂ. ഒരു എമർജൻസി കേസ് ഉണ്ട്. വാ. ഡോക്ടർ, ഇത് അനന്തന്റെ സ്ഥലമല്ലേ? ഇവിടെയാണ് പേഷ്യന്റ് കിടക്കുന്നത്. വരൂ. അരുന്ധതി എന്താ ഇവിടെ? നോ, അരുന്ധതിയല്ല, രേവതി. രേവതി നായർ. 1980 ബോംബെയിൽ വെച്ചുണ്ടായ പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ട കോടീശ്വരനായ സേതുമാധവന്റെയും വിജയലക്ഷ്മിയുടെയും സ്വത്തുക്കളുടെ ഒരേ ഒരു അവകാശി മിസ് രേവതി നായർ. നിങ്ങളാരാ? ഐ എം CID ഉണ്ണികൃഷ്ണൻ. I am CID പ്രേം ശങ്കർ. I am CID ഉമ്മൻകോശി. We are from Secret Files Private Limited. Well, doctor, come on. സത്യം പറയണ, രേവതിക്ക് എന്താണ് അസുഖം? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പറയണ. Tell me the truth. അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ട്രാക്കിൽ ഒരു അജ്ഞാത മൃതശരീരം തിരിച്ചറിയാനാവാത്ത നിലയിൽ ചിന്നിച്ചെതറി കിടക്കും. എന്നെ കൊന്നാലേ ഞാനത് പറയില്ല. ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പരസ്യമായി പറയാൻ പാടില്ല. അത് മെഡിക്കൽ എത്തിക്സിനെതിരാണ്. നിന്റെ ഒരു അയ്യോ, ഇനി എന്നെ തല്ലരുത്. ഞാനെല്ലാം പറയാം. രേവതിക്ക് യാതൊരു അസുഖവും ഇല്ല. അനന്തം പറഞ്ഞിട്ടാ ഞാനിതെല്ലാം ചെയ്തത്. എന്തിനെ? അത് അവൾ ഒരിക്കലും വിവാഹിതയാകാതിരിക്കാൻ വേണ്ടി. മോളെ, എന്ത് പറ്റി മോളെ? ഉച്ചക്കത്തെ ഗുളിക കഴിച്ചില്ലേ നീ? കാർ ഓടിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. വണ്ടി എവിടെയെങ്കിലും തട്ടിയോ മോളെ? വേണ്ട വേണ്ട, ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണ്ട. അവൾ കിടക്കട്ടെ. താൻ എന്താണോ ഈ പറയുന്നത്? അയ്യോ, ഞാൻ പറഞ്ഞ എല്ലാം സത്യമാ. എന്നിട്ട് ഇപ്പോഴാണോ തനിക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്? ഇന്നലെ സന്ധ്യയ്ക്ക് അവന്മാരനെ അതിനകത്ത് കയറ്റിട്ട് ഇടിക്കാൻ തുടങ്ങിയതാ. ഇന്ന് നേരം പരവരാന്ന് വെളുത്തപ്പോഴാ അവന്മാരനെ ഇറക്കി വിട്ടത്. എടോ, അരുന്ധതി എല്ലാം അറിഞ്ഞെന്നുള്ളത് ഉറപ്പാണോ? അയ്യോ, അവള് കേൾക്കല്ലേ അവന്മാരെന്നെ കൊണ്ട് ഇടിച്ചെല്ലാം പറയിപ്പിച്ചത്. അവൾ ഉണർന്നോ? ഉണരാൻ നേരാവുന്നല്ലേ ഉള്ളൂ. ഇനി ഒരു കാരണവശാലും അവളെ വീട് വിട്ട് പുറത്തിറങ്ങരുത്. ഒന്നുമില്ല. മേശപ്പുറത്തിരുന്ന ഫോട്ടോയും കാണുന്നില്ല. അവള് പോയെന്നാ തോന്നുന്നത്. പോലീസിൽ അറിയിച്ചാലോ? വിഡിത്തം പറയാതെ. പോലീസിൽ അറിയിച്ചാൽ അവളെ കണ്ടുപിടിച്ചു എന്ന് വരും. ആ നിമിഷം നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. വീട് മാത്രമോ, കമ്പനി, എസ്റ്റേറ്റും എല്ലാം പറയും. ഇനി എന്ത് ചെയ്യും?
അങ്ങനെ വിട്ടൊഴിഞ്ഞു കൊടുക്കാനല്ലല്ലോ ഞാൻ ഈ പാടൊക്കെ പെട്ടത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നു. SSLC കഴിഞ്ഞപ്പോ എന്റെ പഠിത്തം നിർത്തിയത് മനഃപൂർവ്വമായിരുന്നു. അസുഖക്കാരിയാണെന്ന ബോധം കൂടെ കൂടെ ഓർമ്മപ്പെടുത്തി പുറം ലോകത്തേക്കുള്ള എല്ലാ വാതിലുകളും അവർ അടച്ചു കളഞ്ഞു. മരിച്ചുപോയ ജ്യേഷ്ഠന്റെ മകളാണെന്ന ഒറ്റ കാരണം കൊണ്ട് അവരെന്നെ കൊന്നില്ല. കൊല്ലുകയായിരുന്നു ഇതിലും ഭേദം. ഇപ്പോഴെങ്കിലും രേവതിക്ക് എല്ലാം ബോധ്യമായില്ലേ? സ്വത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഭാരിച്ച സ്വത്തിന്റെ അവകാശിയാണ് ഞാനെന്ന് സത്യത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് ബോധ്യമാവുന്നത് തന്നെ. എല്ലാ സ്വത്തുക്കളും ഞാൻ അവർക്ക് കൊടുക്കാം. പകരം എന്റെ ജീവിതം ഇങ്ങനെ തിരിച്ചു തന്നാ മതിയായിരുന്നു. പാടില്ല. ഒരു നയാ പൈസ പോലും ആ ദുഷ്ടന് കൊടുക്കരുത്. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അയാളെയും പെണ്ണുമ്പിള്ളി അടിച്ചിറക്കി എരുമച്ചാണോ തളിക്കണം. അതൊക്കെയാ ചാണകം തെളിക്കുന്നേ. അവിടെ മാർബിളല്ലേ? ഇപ്പൊ രേവതി കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്ത് സഹായത്തിനും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. അന്നേ ഞാൻ പറഞ്ഞതാ ചാടിക്കറി വാക്കൊന്നും പറയരുതെന്ന്. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായെന്നാ? ഒന്നും ഉണ്ടായില്ലേ? ഇവള് ജലപാനം കഴിച്ചിട്ട് ദിവസം 2 ആയി. അവന്റെ കത്ത് കിട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുമെന്ന് വാശിയില്ല ഇവള്. ഓരോ ഏടാകൂടങ്ങൾ വലിച്ചു വെച്ചിട്ട് വീട്ടിലുള്ളവർക്ക് കിടക്കപ്പുറത്ത് ഇല്ലാണ്ടായി. അമ്മയെ കൊണ്ട് എന്തിനാ മോളെ അച്ഛനെ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കുന്നത്? മോൾ എഴുന്നേറ്റ് എന്തുവെല്ലാം കഴിക്കേ. ചെല്ലേ. എന്ത് പ്രശ്നം ഉണ്ടായാലും മുടങ്ങാതെ കത്തയക്കാന്ന് പാറേക്കാവ് ഭഗവതി പിടിച്ച സത്യയിട്ട ഉണ്ണീട്ടം പോയത്. അടിയടിയൊക്കെ കൊള്ളേണ്ട പണിയാ. അതാ എനിക്ക് പേടി. നീ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കാൻ അവൻ നിന്റെ ഭർത്താവൊന്നും ആയിട്ടില്ലല്ലോ. നീ ഇങ്ങനെ വെറുതെ അതും പറയാതെ അകത്ത് പോകാം രാക്ഷി. പോകാൻ. നിങ്ങൾ ഒരാളാ ഇവിടെ പുന്നാരിക്ക് ഈ പരുവത്തിലാക്കിയത്. മോള് വിഷമിക്കണ്ട. ഉണ്ണികൃഷ്ണന്റെ മേൽവിലാസം ഇങ്ങ് തന്നാ മതി. അച്ഛൻ പോയി ഒന്ന് അന്വേഷിച്ചു വരാം. ഞാനും വരും. അച്ഛൻ പോയിട്ട് അന്ന് തന്നെ ഇങ്ങ് വരുമെന്നേ. എനിക്ക് ഉണ്ണിയേട്ടനെ കാണണം. നീ വെറുതെ വാശി പിടിക്കല്ലേ ദമയന്തി. അച്ഛൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? ഉണ്ണിയേട്ടൻ ആശുപത്രിയിൽ എങ്ങാനാണെങ്കിൽ അച്ഛൻ അത് മറച്ചു വെക്കും. അതുകൊണ്ട് ഞാനും വരും. മോളെ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ മിനിഞ്ഞാന്നൂരോടെ ഉണ്ടായിരുന്നു. എങ്ങോട്ടാ പോയെന്നറിയാമോ? അതറിയത്തില്ല. ഇന്നലെ ഇന്നുമായിട്ട് വേറെ ആരുണ്ടൊക്കെ അന്വേഷിച്ചു വന്നിരുന്നു. അവന്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഒരു കുഞ്ചു. അവർ രണ്ടും കൂടെ ആ പെട്ടിയൊക്കെ ആയിട്ട് പോയത്. ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തസാറിന്റെ വീട്ടിൽ അന്വേഷിച്ച ഒരു പക്ഷെ അറിയാൻ കഴിയും. നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തെന്നോ? എപ്പോ? 2 ദിവസമായി. കേരളത്തിൽ ഇതൊരു സ്ഥിരം ഏർപ്പാടായിട്ടുണ്ടല്ലോ. ഏതായാലും ഡീറ്റെയിൽസ് എഴുതി തരൂ. ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങാം. ഡിറ്റക്ടീവ് ബെഞ്ചമിൻ ഗോമസിനെ ഏൽപ്പിക്കാം. കേസ് ഏൽപ്പിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത് നിങ്ങളുടെ സിഐഡിമാരാണ്. അങ്ങനെയോ? ആരാണവർ? ഉണ്ണികൃഷ്ണൻ, പ്രേംശങ്കർ, ഉമ്മൻകോശി. യു ആർ മിസ്റ്റേക്കൺ. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവർ സിഐഡിമാരല്ല, ഓൺലി ട്രെയിനീസ്. സീക്രട്ട് ഫയൽസിന്റെ പെർമനന്റ് സ്റ്റാഫ് അല്ലാത്തടത്തോളം കാലം എനിക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മിസ്റ്റർ അനന്തപത്മനാഭൻ, നിങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്യൂ. എനിക്ക് അവളെ വീണ്ടെടുക്കാൻ കഴിയാഞ്ഞിട്ട് വേണ്ടേ പോലീസിനെ അറിയിക്കാൻ? ഇരിക്കൂ. ദമയന്തി അച്ഛനുമല്ലേ? അതെ. ഉണ്ണികൃഷ്ണൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രഭാവതി, നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? കുടിച്ചു. ഉണ്ണേട്ടൻ ഉണ്ണികൃഷ്ണൻ എന്റെ ഒരു ആവശ്യമായി ഇവിടം വരെ പോയിരിക്കുക. പവിത്ര, ഇവരെ കമ്പനിയിലേക്ക് കൊണ്ടുപോ. അപ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണൻ അങ്ങോട്ടെത്തും. പിന്നെ ഉണ്ണികൃഷ്ണൻ കൂട്ടി ഇങ്ങോട്ട് തന്നെ വരണം. ഉച്ചയ്ക്ക് ഊണ് ഇവിടെയാ. വരും. അനന്തസാറിന്റെ മകൾ ഉണ്ണികൃഷ്ണന്റെ കസ്റ്റഡിയിലാണ്. അവളെ വിട്ടുവരുമ്പോ തന്റെ മോളെയും വിട്ടുവരും. ഈ കാര്യം പോലീസിനെങ്ങാനും അറിയിച്ചാൽ തന്റെ മകളുടെ ശ്രമം കായലിൽ പോകും. അയ്യോ,
മോളെ, മോളെ, രമേശി, മോളെ.